ഡെവലപ്മെന്റ് പ്രോഗ്രാമുകൾ, വർക്ക്ഷോപ്പുകൾ, ടെക് ഫെസ്റ്റുകൾ, അത്യാധുനിക ലാബുകൾ, വിദഗ്ധരായ അധ്യാപകർ എന്നിവ ഞങ്ങളുടെ പ്രത്യേകതകളാണ്. ഇന്ന് തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ. മലബാർ പോളിടെക്നിക് ക്യാമ്പസ്, ചെറുപ്പുളശ്ശേരി. രാസവിള വില വർധനത്തിനെതിരെ ഓങ്ങല്ലൂർ കർഷക ധർണ. കർഷക സംഘം പട്ടാമ്പി ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു കർഷക ധർണ നടത്തിയത്. രാസവള വില വർധനവിനെതിരെയും വളങ്ങൾ ലഭിക്കുന്നതിനുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് കേരള കർഷക സംഘം പട്ടാമ്പി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓങ്ങല്ലൂർ സെന്ററിൽ കർഷക ധർണ നടത്തിയത്. നെല്ല് സംഭരണത്തിലെ അപാകതകൾ പരിഹരിക്കണമെന്നും കർഷക സംഘം ആവശ്യപ്പെട്ടു. ധർണ കർഷക സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് യു അജയകുമാർ ഉദ്ഘാടനം ചെയ്തു. ഇങ്ങനെ കർഷകരെ പരമാവധി ചൂഷണം ചെയ്യുക, പരമാവധി ദ്രോഹിക്കുക, മാനസികമായി കാർഷിക മേഖലയിൽ നിന്നും കർഷകരെ ഉന്മൂലനം ചെയ്യുക, ആ നയമാണ് ഇന്ത്യ ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. എന്തിനു വേണ്ടിയാണ്? അത് മറ്റൊന്നിനു വേണ്ടിയല്ല. നമുക്കറിയാം, അമേരിക്കയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കരാറുകൾ ഈ കഴിഞ്ഞ 26-ാം തീയതി ട്രംപുമായി ഒരു കരാർ മോദി ഒപ്പിട്ടിട്ടുണ്ട്. എന്താ അതിൽ പറയുന്നത്? നിങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ടി കാർഷിക ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കേണ്ടതില്ല, എല്ലാം ഞങ്ങൾ നിങ്ങൾക്ക് എത്തിച്ചു തരും. അതിന്റെ ഭാഗമായിക്കൊണ്ട് ഇറക്കുമതി തീരുവ പൂജ്യമാക്കുകയാണ്. ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് നികുതിയില്ല. അതിന്റെ ഭാഗമായിക്കൊണ്ടോ വൻകിട കോർപ്പറേറ്റുകൾ നമുക്ക് ആവശ്യമായ ഭക്ഷ്യധാന്യം ഉൾപ്പെടെ അമേരിക്കയിൽ നിന്നും വൻകിട മുതലാളിത്ത രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നു. നമ്മുടെ കാർഷിക മേഖല തകരുന്നു. കൃഷിക്കാർക്ക് കൃഷി ലാഭകരമാകണമെങ്കിൽ എന്തു വേണം? അവന് ആ കൃഷിഭൂമിയിൽ കൃഷി ചെയ്യാൻ ആവശ്യമായ ഭൗതിക സാഹചര്യം ഉണ്ടാകണം. വിത്ത് വേണം, വളം വേണം, കീടനാശിനി വേണം, ജലം വേണം, വൈദ്യുതി വേണം. ഇതെല്ലാം കേന്ദ്ര ഗവൺമെന്റ്, ഇന്ത്യ ഗവൺമെന്റ് ചെയ്യണം. അതിനാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത്. അതിനാണ് ബജറ്റിലൂടെ കാർഷിക മേഖലയ്ക്ക് ഫണ്ട് നീക്കിവെക്കുന്നത്. ഏരിയ പ്രസിഡന്റ് പി വിജയകുമാർ അധ്യക്ഷനായിരുന്നു. പി വി രതീഷ്, കെ മുരളി, കെ വി ഗംഗാധരൻ, കെ ടി പുഷ്പലത, എൻ രാമകൃഷ്ണൻ, കെ അശോകൻ, വി വി ദിനേശ്, എം പി വിജയകുമാർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു.